السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وبهمزة الكرار أم المصطفى أسد الإله سيد الشهداء. തജ്വീദ് സമഗ്ര പഠനം രണ്ടാമത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മദ്. എന്താണ് മദ്, എത്ര തരം മദ്ദുണ്ട്, മദ്ദിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മദ് എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ എന്നിവ കൊണ്ട് യഥാക്രമം ഫത്ത്, ളുമ്മ, കസ്ർ എന്നീ ഹർക്കത്തുകളുടെ ശബ്ദം നീട്ടുന്നതിനാണ് മദ് എന്ന് പറയാം. അതായത് അലിഫ്, വാവ്, യാ, ഫത്ത്, ളുമ്മ, കസ്ർ ഈ ഹർക്കത്തുകളുടെ ശബ്ദം നല്ലോണം നീട്ടാം. ഇതിനാണ് മദ് എന്ന് പറയുക. മദ്ദുകൾ അസ്ലി, ഫറഈ എന്നിങ്ങനെ രണ്ട് വിധമുണ്ട്. അപ്പൊ രണ്ട് വിധത്തിലുള്ള മദ്ദുണ്ട്: അസ്ലിയായ മദ്, ഫറഈയായ മദ്. ഇനി എന്താണ് അസ്ലിയായ മദ് എന്ന് പറയുന്നത്? മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഖദർ നീട്ടുന്നതിനാണ് അസ്ലിയായ മദ് എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഖദർ നീട്ടം, ഇതിനാണ് അസ്ലിയായ മദ് എന്ന് പറയുന്നത്. ഹർക്കത്തുകൾ രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സമയം കൊണ്ട് ഒറ്റക്ഷരത്തെ നീട്ടുകയാണ് ഇതിൻ്റെ ഖദർ. ഈ മദ്ദക്ഷരത്തിൻ്റെ അസ്ലിയായ മദ്ദക്ഷരത്തിൻ്റെ ഖദർ കാരണം എന്താണ്? ഹർക്കത്തുള്ള രണ്ടക്ഷരമായിരിക്കുക. ആ രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് എന്താ, ഒറ്റക്ഷരത്തെ നീട്ടുകയാണ്, ഒരക്ഷരത്തെ നീട്ടുകയാണ്. ഉദാഹരണത്തിന് കവല, കാല, യകൂലു, യകൂൽ, കൊവില, കൈല എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഖദർ. കാഫും വാവും കൂട്ടി ഉച്ചരിക്കുന്ന സമയം, അതായത് രണ്ടർക്കത്തിൻ്റെ ഖദറാണ് പറയുന്നത്. കാഫിനെ നീട്ടുക, അത് കാഫും വാവും കൂടി ഉച്ചരിക്കുമ്പോൾ രണ്ടർക്കത്തിന് ഖദർ നീട്ടണം. അപ്പൊ ആ കാഫിനെ എന്ത് ചെയ്യണം? നീട്ടണം. ഇനി വേറൊന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മദ് അസ്ലി, ത്വബഈ എന്നും പറയപ്പെടും. മദ്ദിന് എന്ത് പറയും? മദ് അസ്ലീന് എന്ത് പറയും? ത്വബഈ എന്ന് പറയപ്പെടും. അസ്ലിയായ മദ്ദിനെ കൂടുതൽ നീട്ടുകയോ ചുരുക്കുകയോ ചെയ്യാൻ പാടില്ല. അസ്ലിയായ മദ്ദിന് ഒരു മിതത്വം എപ്പോഴും എന്താണ്, ഒരു പാകത്തിന് നീട്ടാൻ പറ്റുള്ളൂ. അതായത് അസ്ലിയ മദ്ദുള്ള സ്ഥലത്ത് നീട്ടാതിരുന്നാലും മദ്ദില്ലാത്ത സ്ഥലത്ത് നീട്ടിയാലും അർത്ഥം മാറിപ്പോകുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും. അതായത് അസ്ലിയായ മദ്ദിനെ കൂടുതൽ നീട്ടാനോ ചുരുക്കാനോ പാടില്ല. പിന്നെന്ത് ചെയ്യണം? അസ്ലിയ മദ്ദുള്ള സ്ഥലത്ത് നീട്ടാതിരുന്നാലും മദ്ദില്ലാത്ത സ്ഥലത്ത് നീട്ടിയാലും അർത്ഥം മാറിപ്പോകുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും, അവിടെ തെറ്റുണ്ടാവും. അതായത് നമ്മൾ ഫലമ്മാ റഅയ്നാഹു അക്ബർനാഹു വഖത്തഅനാ ഐദിയഹിന്ന വഖുൽനാ ഹാശാ ലില്ലാഹ്. ഇവിടെ ഫത്ഹുള്ള 4 നൂനിലും അല്പം നീട്ടി ഓതിയാൽ ആ 4 പദങ്ങളും ജംഉ മുതകല്ലിമിന്റെ പദങ്ങളായി മാറുമെന്ന്, അതിനാൽ അർത്ഥം മാറിപ്പോകുമെന്നും വ്യക്തമാണല്ലോ. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഈ ഓതിയ ആയത്ത് ഫലമ്മാ റഅയ്നാഹു അക്ബർനാഹു വഖത്തഅനാ ഐദിയഹിന്ന വഖുൽനാ ഹാശാ ലില്ലാഹ്, ഇവിടെ ഫത്തുകളുടെ 4 നൂനിനും അല്പം നീട്ടി ഓതിയാൽ ആ 4 പദങ്ങളും ജമ്മു മുതകല്ലിമിന്റെ പദങ്ങളായി മാറുമെന്ന്, അതിനാൽ അർത്ഥം മാറിപ്പോകുമെന്നും വ്യക്തമാണ്. കേട്ടോ, ഇവിടെ നീട്ടിയാൽ ഇപ്പൊ മുഖത്തൈന ഐദിയഹിന്ന ആ ജമ്മ് മുത്തകല്ലിമാണ്, നൂനുക്കായ മുത്തകല്ലിം, അത് നീട്ടിയാൽ എന്ത് ചെയ്യും? അതിന്റെ അർത്ഥം മാറിപ്പോകുമെന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വൈദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത്തൂറ, ഇതിലെ അഖദ്ന, വറഫഅന എന്നീ വാക്കുകളിൽ നൂനിനെ നീട്ടാതിരുന്നാലും അർത്ഥം മാറിപ്പോകുന്നതാണ്.
ഇനിയിപ്പോൾ ഇതിന് നൂനെ നീട്ടിയില്ലെങ്കിലും അർത്ഥം മാറിപ്പോകും. ഏതില്? അഖദ്ന വറഫഅന. അപ്പോൾ നമ്മൾ ഓതിയില്ലേ, വൈദ അഖദ്ന മീസാഖക്കും വറഫഅന ഫൗഖക്കും തൂറ. ഇതിൽ അഖദ്ന വറഫഅന എന്നീ വാക്കുകളിൽ നൂനിനെ നീട്ടാതിരുന്നാലും അർത്ഥം മാറിപ്പോകുന്നതാണ്. ഇത് ഹറാമാണെന്നതിൽ ആർക്കും തർക്കമില്ലേ? ആർക്കും തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ ഹറാമാണ്. കാരണം നീട്ടേണ്ടിടത്തല്ലേ നീട്ടാൻ പറ്റുള്ളൂ. അല്ല നീട്ടാത്തടത്ത് പോയി കൊണ്ട് നീട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിൻ്റെ അർത്ഥം മാറൂലേ? അപ്പം ഏതൊരു വാക്കും ഒരു ഹർഫ് മാറി എന്ത് ചെയ്യും? അർത്ഥം മാറി. അല്ലെങ്കിൽ നീട്ടേണ്ടിടത്ത് നീട്ടാന്നാൽ പിന്നെ വഖഫ് ചെയ്യേണ്ടത് വഖഫ് ചെയ്തിരുന്നാലൊക്കെ എന്ത് ചെയ്യും? അർത്ഥം മാറിയാൽ ഹറാമിൻ്റെ ഹുക്കുമിലായും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മദ്. മദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അലിഫു വാവ് യാ എന്നിവ യഥാക്രമ ഫത്ത് കസറ് ലൊമ്മ് ഈ ഇറക്കത്തുള്ള ശബ്ദം നീട്ടും മദ് എന്ന് പറയാം. മദ് രണ്ടേനുമുണ്ട്, അസലിയ് ഫറഈ. ഈ മദ് അസലീന് തൊബഈയും എന്ന് പറയും. ഇതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അസ്ലിയായി മദ്ദിനെ കൂടുതൽ നീട്ടാനോ ചുരുക്കാനോ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ബാക്കി കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഖുർആൻ പറഞ്ഞതനുസരിച്ചും അള്ളാഹു നമുക്ക് ഓതാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.